മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണ വിജയനെ കണ്ടവരാരെങ്കിലുമുണ്ടോ? കഴിഞ്ഞ കുറച്ച് ദിവസമായി SFIO ചോദ്യം ചെയ്യലിനായി ചെന്നൈയിലേക്ക് വിളിപ്പിച്ചതിന് ശേഷം വീണയെക്കുറിച്ച് പ്രത്യേക അറിവൊന്നുമില്ല എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. അതായത് ക്ലിഫ് ഹൗസിനകത്ത് നിന്ന് വീണ എങ്ങനെ പുറത്തു കടന്നു എന്നുള്ളൊരു വലിയ ചോദ്യം തന്നെയാണ്. മാധ്യമങ്ങൾ ഒന്നടങ്കം ക്ലിഫ് ഹൗസിനും വീണയുടെ ഭർത്താവായ റിയാസിൻ്റെ ഔദ്യോഗിക വസതിക്ക് മുന്നിലും AKG സെൻറ്ററിൻ്റെ മുന്നിലുമൊക്കെ തമ്പടിച്ച് നിന്നിട്ടും ആരുടെയും കണ്ണിൽപ്പെടാതെ പഠിച്ച കള്ളിയായ വീണ SFIയുടെ ചോദ്യം ചെയ്യാനായി ചെന്നൈയിലേക്കെത്തി. അരുൺ പ്രസാദിൻ്റെ നിർദ്ദേശത്തെ തുടർന്നാണ് വീണ ചെന്നൈയിലേക്ക് എത്തിയതെന്നാണ് അറിവ്. SFIO ഡയറക്ടറാണ് അരുൺ പ്രസാദ്. എന്തായാലും CMRL നിന്ന് വീണ വിജയൻ 1.72 കോടി രൂപ വാങ്ങിയത് എന്ന ചോദ്യത്തിന് മാത്രമല്ല, CMRL MD കരിമണൽ കർത്ത 135 കോടി രൂപ ആർക്കൊക്കെ എന്ത് സേവനത്തിന് കൊടുത്തു എന്നുള്ള ഒരു ചോദ്യം കൂടി SFIO ചോദിക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ അന്വേഷണം വരുമ്പോൾ എത്തി നിൽക്കുന്നത് മുഖ്യനും മകളിലേക്ക് മാത്രമാകുമോ, അതോ മറ്റ് CPM നേതാക്കളും പ്രതിപക്ഷത്തിരിക്കുന്നവരും ഒക്കെ കുടുങ്ങുമോ എന്നുള്ളതാണ് ഇപ്പോൾ നോക്കിക്കാണുന്നത്. എന്തായാലും വീണ വിജയന് ഒരു പരിധിക്കപ്പുറം SFIയുടെ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. ഷോൺ ജോർജ് തൻ്റെ കയ്യിലുള്ള തെളിവുകൾ മുഴുവൻ SFIയുടെ കയ്യിലേക്ക് കൊടുത്തിട്ടുണ്ട്. 41,000 കോടിയുടെ കരിമണൽ കൊയ്തെടുത്തു എന്നാണ് ഷോൺ ജോർജ് നേരത്തെ എറണാകുളത്ത് നടത്തിയ പത്രസമ്മേളനത്തിൽ ആരോപിച്ചത്. അതിൻ്റെ തെളിവുകൾ മുഴുവൻ തൻ്റെ കയ്യിൽ ഉണ്ട് എന്നും അത് മുഴുവൻ SFIക്ക് നൽകുമെന്നും ഷോൺ ജോർജ് വ്യക്തമാക്കി. പൊതുമേഖലാ സ്ഥാപനമായ KMML മാത്രമാണ് നിലവിൽ കരിമണൽ ഖനനം ചെയ്യാനുള്ള അനുമതിയുള്ളത്. സബ് ലീസായി മാത്രമാണ് ചില കമ്പനികൾ കരിമണൽ ധാതു ഖനനം ചെയ്യുന്നത്. അതുവഴിയാണ് കോടികളുടെ ഖനനം നടത്തിയെടുത്തത് എന്നാണ് പറയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട നിരവധി അന്വേഷണങ്ങൾ SFIയുടെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട്. വീണയ്ക്ക് എത്ര നാൾ കള്ളങ്ങൾ ഒളിപ്പിച്ച് പിടിച്ചു നിൽക്കാൻ കഴിയും എന്നുള്ളതാണ് ഇപ്പോൾ കേരളം മുഴുവൻ ഉറ്റുനോക്കുന്നത്. എന്തായാലും പിണറായിയും വലിയ പ്രതിസന്ധിയിൽ തന്നെയാണ്. ചെയ്ത ദ്രോഹങ്ങൾക്കൊക്കെ ഓരോന്നായി അനുഭവിച്ചു തുടങ്ങിയിരിക്കുന്നു.